അസ്സലാമു അലൈക്കും മക്കളെ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ലോഹത്തിനെ കുറിച്ചല്ലേ. ഇനി നമ്മൾ അയിരിനെ സാന്ദ്രീകരിക്കൽ പഠിച്ചു. ഇനി സാന്ദ്രീകരിച്ച അയിരിൽ നിന്നിട്ട് ലോഹത്തിനെ വേർതിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രിയാശീല ശ്രേണി ആവശ്യമാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ക്രിയാശീല ശ്രേണി പഠിച്ചിരുന്നു അല്ലേ. ലോഹങ്ങളെ ഒരു പ്രത്യേക അതിൻ്റെ ഓർഡറിൽ ക്രമീകരിച്ചിരിക്കുകയാണ് അല്ലേ. ക്രിയാശീലം കുറഞ്ഞു വരുന്നതിൻ്റെ ഓർഡറിലാണ് ക്രമീകരിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് പൊട്ടാസ്യം മുതൽ ഗോൾഡ് വരെ ലോഹങ്ങളുണ്ട് അല്ലേ. ഇവിടെ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം ഇതെല്ലാം ഉയർന്ന ക്രിയാശീലതയും സ്ഥിരതയുള്ള സംയുക്തങ്ങളുള്ള ലോഹങ്ങളുമാണ്. ഇതിന് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലേ ഈ ലോഹങ്ങൾ. ഇനി ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മിതമായ ക്രിയാശീലതയാണ് സിങ്ക്, അയൺ, ടിന്ന്, ലെഡ് ഇവയ്ക്കുള്ളത്. ഇനിയോ ക്രിയാശീലതയും സംയുക്തങ്ങളുടെ സ്ഥിരതയും വളരെ കുറവാണ് നമ്മുടെ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് എന്നിവയ്ക്ക്. ഇവർ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിലാണ് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നത്. ഇതിൽ തന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെർക്കുറി ഉണ്ടല്ലോ, ഇതിൻ്റെ അയിരുകളെ നമ്മൾ ഒരു നിശ്ചിത അളവിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും മെർക്കുറി. അപ്പം അതുപോലെ നമുക്ക് മിതമായ ക്രിയാശീലം കുറവുള്ള ആരൊക്കെയായിരുന്നു? സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്. ഇവർക്ക് ഇവരുടെ അയിരുകളുണ്ടല്ലോ അത് പൊതുവെ ഓക്സൈഡ്, സൾഫൈഡ്, കാർബണേറ്റ് ഇവയുടെ രൂപത്തിലാണ് കാണുക. ഓക്സൈഡ്, സൾഫൈഡ്, കാർബണേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് കാർബണേറ്റ് ആണ്. എന്താ കാരണം? ലോഹത്തിൻ്റെ കൂടെ കാർബണും ഓക്സിജനും ഒക്കെ ഉണ്ട്. ഇത് സൾഫൈഡാണ്. ഇത് ഓക്സൈഡാണ്. ഇത് സൾഫൈഡാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇവർ കാണപ്പെടുന്നത്. മനസ്സിലായോ? ഓക്സൈഡ്, സൾഫൈഡ്, കാർബണേറ്റ് ഇതാണ് കാർബണേറ്റ് ഉള്ളത്. ഇത് സൾഫൈഡാണ്, ഇതും സൾഫൈഡാണ്. ഇത് രണ്ടും ഓക്സൈഡാണ് കേട്ടോ. അപ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ നടുവിലുള്ള സിങ്ക്, അയൺ, ടിന്ന്, ലെഡ് ഇവ കാണപ്പെടുന്നത്. ഇനി നമുക്ക് സാന്ദ്രീകരിച്ചിട്ടുള്ള അയിരുകളെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് നോക്കണം. നമുക്കിപ്പോൾ 3 തരത്തിൽ ലോഹങ്ങളെ നമ്മൾ വേർതിരിച്ചു. അപ്പോൾ ആ വേർതിരിച്ച ലോഹങ്ങളെ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്താൻ നോക്കാം. ആ സാന്ദ്രീകരിച്ച അയിരിനെ ആദ്യം നമുക്ക് ഓക്സൈഡാക്കി മാറ്റണം. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വായുവിനെ ചെറുതായിട്ട് വായു കൊടുത്തിട്ട് അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനില, ദ്രവണാങ്കം എന്ന് പറയുമ്പോൾ അതിന് ചൂടാവാൻ ആവശ്യമായിട്ടുള്ള ഒരു താപനില ഉണ്ടാവുമല്ലോ, അതിനേക്കാളും താഴ്ന്ന താപനിലയിൽ ചൂടാക്കും ചില അയിരുകൾ. അപ്പം ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുക? കാൽസിനേഷൻ എന്ന് പറയുന്നത്. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ സാന്ദ്രീകരിച്ച അയിരിനെ വായുവിൻ്റെ പരിമിതമായ അളവിൽ, നമ്മുടെ ചെറുതായ അളവിലുണ്ടാവും, അല്ലെങ്കിൽ വായു ഉണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനില ചൂടാക്കുകയാണ്. അപ്പോൾ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ കാൽഷ്യം ഓക്സൈഡ് കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ വേർതിരിയും ചെയ്യും അതിൽ നിന്ന്. അപ്പം നമുക്കിവിടെ ഓക്സൈഡാക്കി മാറ്റിയില്ലേ നമ്മളിതിനെ. അതേപോലെ സിങ്ക് കാർബണേറ്റിനെ ഇതുപോലെ ചൂടാക്കിയപ്പോൾ സിങ്ക് ഓക്സൈഡ് കിട്ടി, കാർബൺ ഡൈ ഓക്സൈഡ് മാറുകയും ചെയ്തു. അതിൽ നിന്ന് ഗ്യാസായി പോവുകയും ചെയ്തു.
മനസ്സിലാവുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് പോകും. ഇതാണ് കാൽസിനേഷൻ എന്ന മെത്തേഡിലൂടെ നമ്മൾ പിന്നെ ഇതിനെ ഓക്സൈഡാക്കി മാറ്റുന്ന പ്രവർത്തനം. ഇത് കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണ് ഇങ്ങനെ ചെയ്യാം. ഇനി സൾഫൈഡുകൾ നമ്മൾ ചെയ്യൽ റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് സൾഫൈഡുകൾ നമ്മൾ പറഞ്ഞിരുന്നത് ആരൊക്കെയായിരുന്നു? സൾഫൈഡ്, ലെഡ്, സിങ്ക്, ഇതൊക്കെ സൾഫൈഡ് ഉണ്ട് അല്ലേ? അപ്പം സിങ്ക് സൾഫൈഡ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ സാന്ദ്രീകരിച്ച അയിരിനെ വായുവിന്റെ സാന്നിധ്യത്തിലാണ്, ഇവിടെ വായുവിന്റെ അസാന്നിധ്യത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഓക്സിജൻ ഇല്ല. ഇവിടെ വായുവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ ഓക്സിജനും ഈ ഇതും കൂടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? സിങ്കും ഓക്സിജനും കൂടി പ്രവർത്തിച്ചിട്ട് ചൂടാക്കുകയാണല്ലോ. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ടും പോകും. അതുപോലെ ഇവിടെ ലെഡ് എന്ത് ചെയ്യുന്നു? സൾഫൈഡ് ആണ്. ലെഡ് വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ഓക്സിജൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് O2 ഇവിടെ ഗ്യാസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ചൂടാക്കുകയാണ്, അതാണ് ഹീറ്റ് എന്ന് കാണിച്ചിട്ടുള്ളത്. അത് ലെഡ് ഓക്സൈഡ് ആയിട്ട് മാറും. പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ടും പോകും. മനസ്സിലായോ? ഇവിടെ ഈ നമ്പേഴ്സ് ഇട്ടിട്ടുള്ളത് അതിന്റെ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റോസ്റ്റിംഗ്, കാൽസിനേഷൻ എന്നീ മെത്തേഡുകളിലൂടെയാണ് സാന്ദ്രീകരിച്ച അയിരിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. പിന്നെ കാൽസിനേഷൻ ചെയ്യുന്നത് അയിരുകളെന്ന് പറയുമ്പോൾ കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡുകളോ അടങ്ങിയിട്ടുള്ള ലോഹ സംയുക്തങ്ങളെയാണ് കാൽസിനേഷൻ എന്ന മെത്തേഡിലൂടെ ഓക്സൈഡ് ആക്കി മാറ്റുക. റോസ്റ്റിംഗ് ചെയ്യുന്നത് സൾഫൈഡ് ആയിട്ടുള്ള പിന്നെ അയിരുകളെയാണ് മാറ്റുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റിയ അയിരിനെ നിരോക്സീകരിക്കണം. നിരോക്സീകരിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓക്സൈഡ് ആക്കിയ അയിരിനെ അതിന്റെ ലോഹമുള്ള ഭാഗം ഉണ്ടല്ലോ, ഇപ്പൊ Zn ഓക്സൈഡ് ഇല്ലേ, സിങ്ക് ഓക്സൈഡ് ഇല്ലേ, അതിന്റെ ലോഹഭാഗം എന്ന് പറയുമ്പോൾ Zn, അത് എപ്പോഴും പോസിറ്റീവ് അയണുകളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിരോക്സീകരണ പ്രവർത്തനം ചെയ്താൽ ഇതിനെയും ഓക്സിജനെയും വേർതിരിക്കാൻ പറ്റും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാന്നറിയോ? ഇവിടെ കോക്കാണ് കേട്ടോ, കോക്ക് എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഈ പ്രവർത്തനം നടത്താൻ ഉപയോഗിക്കുന്ന കാർബൺ. ഇത് കാർബണിന്റെ മറ്റൊരു രൂപമാണ് ഈ കോക്ക് എന്ന് പറയുന്നത്. ഇതിനെ ഉപയോഗിച്ചിട്ട് ഈ കോക്കിനെ നിരോക്സീകാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഒരു പ്രവർത്തനം നടത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? Zന് വേർതിരിഞ്ഞിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് കോക്കും പിന്നെ ഓക്സിജനും കൂടെ തിരിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ലോഹം ഇവിടെ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ പിന്നെ നിരോക്സീകാരിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് കാർബൺ ആണല്ലോ. അപ്പം ഇരുമ്പ്, ടിന്ന്, സിങ്ക് ഇങ്ങനത്തെ നടുവിലുള്ള ക്രിയാശീല ശ്രേണിയുടെ നടുവിലുള്ള അമിതമായ ക്രിയാശീലം ഉള്ള ലോഹങ്ങളെ ആണ് അവരുടെ ഓക്സൈഡ് അയിരിൽ നിന്ന് വേർതിരിക്കാൻ നമ്മൾ നിരോക്സീകാരികളായിട്ട് കോക്കിനെ ഉപയോഗിക്കും. അതുപോലെ കാർബൺ മോണോക്സൈഡ് എന്നിവ ഉപയോഗിക്കും. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ CO കേട്ടോ. അപ്പം ഇനി നമ്മുടെ മുകളിലുള്ള ആൾക്കാരുണ്ടല്ലോ, മുകളിലുള്ള ഉയർന്ന ക്രിയാശീലമുള്ള അവരായിരിൽ നിന്ന് വേർതിരിക്കാന് നല്ല പണിയാണ്, ശക്തിയേറിയ നിരോക്സീകാരികൾ ആവശ്യമാണ്. അതുകൊണ്ട് അപ്പൊ അവരുടെ വേർതിരിവിന് വേണ്ടിയിട്ട് നമ്മൾ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ
തീരെ ക്രിയാശീലം കുറവുള്ള മെർക്കുറി, കോപ്പർ, സിൽവർ, ഗോൾഡ് ഇവനൊക്കെ വേർതിരിക്കാൻ നമ്മൾക്ക് നിയന്ത്രിതമായ അളവിൽ ചൂടാക്കിയാൽ തന്നെ അത് വേർതിരിഞ്ഞ് കിട്ടും. അത് മനസ്സിലായി. ഇനി പിന്നെ മിതമായ അളവിലുള്ള ഇരുമ്പ്, സിങ്ക്, ടിന്ന്, ലെഡ് ഇങ്ങനത്തെ നടുവിലുള്ള ആൾക്കാർ അല്ലെ, ഇവരെ വേർതിരിക്കാനാണ് നമ്മൾ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. സാന്ദ്രീകരിക്കണം, പിന്നെ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റണം, പിന്നെ ഓക്സൈഡ് ആക്കിയ അയിരിനെ നിരോക്സീകരിക്കണം. ഇനിയും മെത്തേഡുകളുണ്ട്. എന്താ നോക്കാല്ല. അപ്പൊ എന്താണ്, നമുക്ക് ഒരു കോളുണ്ട്, അതൊന്ന് പൂരിപ്പിക്കാം. ഓക്കെ, ഇവിടെ ലോഹങ്ങൾ, അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന രീതികൾ കൊടുത്തിട്ടുണ്ട്. ലോഹങ്ങൾ നമ്മൾ എഴുതണം. വൈദ്യുത വിശ്ലേഷണം വഴി പിന്നെ നമ്മൾ ഇതിനെ മാറ്റുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വൈദ്യുത വിശ്ലേഷണം വഴി ഉയർന്ന ക്രിയാശീലതയുള്ള ലോഹങ്ങളാണ് നമുക്ക് ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം ഇതൊക്കെ ഉണ്ട് അല്ലേ. എഴുതണോ? സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം. പിന്നെയോ, കോക്ക് ഉപയോഗിച്ച് നിരോക്സീകരണം നടത്തുന്നതോ മിതമായ അളവിലുള്ളവരാണ് അല്ലെ. സിങ്ക്, അയൺ, പിന്നെയോ നിയന്ത്രിതമായ അളവിൽ ചൂടാക്കുന്നതോ കോപ്പർ, മെർക്കുറി, സിൽവർ, ഇങ്ങനെയാണ് ഈ ഒരു കോളം പൂരിപ്പിക്കേണ്ടത്. ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഒരു ചെറിയ ചോദ്യമുണ്ട്. നമുക്ക് ഇവിടെ ക്രിയാശീലത്തിന്റെ ക്രമത്തിൽ ഇവിടെ കുറച്ച് ലോഹങ്ങൾ നൽകിയിട്ടുണ്ട്. അലൂമിനിയം ഉണ്ട്, അലൂമിനിയം ആണ് ഇതിൽ ഏറ്റവും ക്രിയാശീലം ഉള്ളത്. പിന്നെ സിങ്ക്, പിന്നെ എഫ് ഉണ്ട്, എ ഉണ്ട്. സിങ്ക്, പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ അയൺ, എ എന്ന് പറഞ്ഞാൽ ഗോൾഡ്. ഏത് ലോഹ സംയുക്തത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളത്? എന്താണ് ആൻസർ വരിക? ഏത് ലോഹ സംയുക്തത്തിനാണ്? അലൂമിനിയം ആണ് അല്ലെ. അലൂമിനിയത്തിനല്ലേ സ്ഥിരതയും ക്രിയാശീലതയും കൂടുതലുള്ളത്. വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? അതും അലൂമിനിയം ആണ് അല്ലെ. അത് മുകളിൽ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് നിർമ്മിക്കുന്നത്. ഈ സിങ്കിന്റെ സംയുക്തത്തിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ കഴിയുന്ന ലോഹം ഏതാണ്? സിങ്ക്, അലൂമിനിയം അല്ലെ. അലൂമിനിയം ആണ്. സിങ്കിനേക്കാളും കൂടുതൽ ക്രിയാശീലത ഉണ്ടെങ്കിലാണ് ആ ലോഹത്തിന് സിങ്കിനെ വേർതിരിക്കാൻ കഴിയും അല്ലെ സംയുക്തത്തിൽ നിന്ന്. അപ്പൊ അലൂമിനിയമാണ്. എന്താണ് കാരണം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം പറയാം? അലൂമിനിയത്തിന് സിങ്കിനേക്കാൾ ക്രിയാശീലതയുണ്ട്. ഓക്കെ, പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഏതാണ്? ഗോൾഡ് ആണ്. ഗോൾഡ്. എഴുതാൻ പറ്റില്ല, ഗോൾഡ് എന്ന് എഴുതാട്ടോ. ഇനി കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരിച്ച് നിർമ്മിക്കുന്ന ലോഹം ഏത്? കാർബൺ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു, കോക്ക് ഉപയോഗിച്ചിട്ട്. ഏതാണ്? അല്ലേ അല്ലേ. നമ്മള് നടുവിലുള്ള മെറ്റൽസിനെ കുറിച്ചിട്ടല്ലേ കാർബൺ ഉപയോഗിച്ചിട്ട് നിരോക്സീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ എടുത്തിട്ടുള്ള ലോഹം, നമുക്ക് ഓക്സൈഡിൽ നിന്നൊക്കെ മാറ്റിയ ലോഹം ഉണ്ടാവുമല്ലോ, അതിനൊന്നും കൂടി ശുദ്ധീകരിക്കണം. ഇങ്ങനെ സാന്ദ്രണം ചെയ്ത പിന്നെ അയിരിന്ന് വേർതിരിച്ചിട്ടുള്ള ലോഹത്തിന്റെ ഒപ്പം വീണ്ടും ചില മൂലകങ്ങളോ പിന്നെ സംയുക്തങ്ങളോ ഒക്കെ അതിന്റെ അപദ്രവ്യങ്ങളായിട്ടുണ്ടാവും. അപ്പൊ അതിനെ നീക്കം ചെയ്യാനാണ് നമ്മൾ ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ശുദ്ധമായ ലോഹം നമുക്ക് കിട്ടണം. അപ്പൊ അതിനുള്ള മെത്തേഡുകളാണ്
ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ, ശുദ്ധീകരണം. ഇത് മൂന്നും പല പല മെത്തേഡുകളാണ്. ഇത് എല്ലാം ഒരു ലോഹത്തിനെ മാത്രം ഉപയോഗിക്കുന്നതല്ല, ഒന്നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല. ഇത് ഓരോന്നിന്റെയും സ്വഭാവം അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പിന്നെ പറഞ്ഞോട്ടോ, ഉരുക്കി വേർതിരിക്കൽ എന്നാണല്ലോ ഫസ്റ്റത്തെ പ്രോസസ്സ് പറഞ്ഞത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ലോഹം എങ്ങനെ ആയിരിക്കും എന്നറിയോ? ദ്രവണാങ്കം കുറഞ്ഞ ലോഹം അതിനേക്കാൾ ഉയർന്ന ദ്രവണാങ്കമുള്ള അപദ്രവ്യമായിരിക്കും. ദ്രവണാങ്കം എന്ന് പറയുമ്പോൾ അത് ഉരുകുമല്ലോ, അത് ആ ഒരു ഉരുകാൻ ആവശ്യമായിട്ടുള്ള പിന്നെ താപത്തിന്റെ അളവ് അത് കുറവാണ് ലോഹത്തിന്. പക്ഷെ അതിന്റെ കൂടെയുള്ള അപദ്രവ്യങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ദ്രവണാങ്കം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരു ഫർണസ്, ഒരു ചെരിഞ്ഞ ഒരു ഫർണസിൽ വെച്ചിട്ട് ചൂടാക്കുമ്പോൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ലോഹത്തിനെ ചൂടാക്കുമ്പോൾ എന്തുണ്ടാവും? അപ്പോൾ ഈ ചെറിയ അളവിൽ ചൂടായാൽ തന്നെ നമുക്ക് ലോഹം ചൂടാവണം. ദ്രവണാങ്കം കുറവാണല്ലോ ലോഹത്തിന്. അപ്പോൾ ഇവിടെ വെച്ച് ഇതിലൂടെ നമ്മൾ ലോഹം ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവിടെ വെച്ച് ചൂടാക്കുക. ഇവിടുന്ന് ചൂട് ഇങ്ങനെ കയറുമ്പോൾ എന്താണ് ദ്രവണാങ്കം കുറവാണ് ലോഹത്തിന്. അപ്പൊ ലോഹം പെട്ടെന്ന് മെൽറ്റായിട്ട് ഇവിടെ വന്നിങ്ങനെ ചാടും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പിന്നെ ലോഹത്തിനെ എടുത്തു മാറ്റാൻ എളുപ്പമാണ് അല്ലെ? അപ്പോ ശുദ്ധലോഹം ഇവിടെ താഴേക്ക് ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ടിന്ന്, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്വേദനം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ഉരുകണ ഇതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇത് തിളനില കുറവാണ്. ലോഹങ്ങൾക്ക് തിളക്കാനുള്ള ആവശ്യമായിട്ടുള്ള തിളനില ഉണ്ടാവുമല്ലോ, അത് കുറവാണ് ലോഹങ്ങൾക്ക്. പക്ഷെ അതിന്റെ പിന്നെ അപദ്രവ്യങ്ങൾക്ക് ഈ ലോഹത്തിന് വെച്ച് നോക്കുമ്പോൾ പിന്നെ എന്താണ് തിളനില കൂടുതലും ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അപദ്രവ്യം അടങ്ങിയിട്ടുള്ള ലോഹം ഉണ്ടാവുമല്ലോ, ആ ലോഹത്തിന് ഇങ്ങനെ ഒരു മെത്തേഡിൽ ചൂടാക്കുമ്പോൾ ഇത് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിളനില കുറവുള്ളത് വേഗം നീരാവി ആയിട്ട് ഈ ഒരു ഇതിലോട്ട് ഇങ്ങനെ പോകും. പിന്നെ അപദ്രവ്യത്തിന് തിളനില കൂടുതലാണ്. അപ്പോൾ ഇത് തിളച്ചു വരുന്നതിന് മുന്നേ തന്നെ ഇത് ബാഷ്പീകരിച്ച് ഇതിന്റെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ നീരാവി ആയിട്ട് ഒഴുകും. അപ്പോൾ ഇതിനെ നമുക്ക് എടുത്തിട്ട് പിന്നെ ശുദ്ധമായ ലോഹം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ അപദ്രവ്യങ്ങളൊക്കെ ഈ പാത്രത്തിൽ കിടക്കുകയും ചെയ്യും. അപ്പൊ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇങ്ങനെയുള്ള ലോഹങ്ങളെയാണ് ഈ മാർഗം ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ 2 മെത്തേഡുകളാണ് പഠിച്ചത്. ഒന്നിൽ ദ്രവണാങ്കം കൂടുതലായിരുന്നു ലോഹത്തിന്, ഒന്നിൽ തിളനില കൂടുതലായിരുന്നു. ഇനി വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമാണ് അടുത്തത് നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് ശുദ്ധലോഹം അശുദ്ധ ലോഹം എടുത്തിട്ട് വൈദ്യുത വിശ്ലേഷണം നടത്താണ്. അപ്പോൾ അശുദ്ധ ലോഹം നമുക്ക് ഇവിടെ ഒരു കോപ്പർ ആണെന്ന് വിചാരിച്ചോ. കോപ്പറിന്റെ അശുദ്ധ ലോഹം നമുക്ക് ആനോഡായിട്ട് എടുക്കാം. ലോഹത്തിന്റെ അശുദ്ധ ലോഹം ആനോഡായിട്ട് എടുക്കും. ശുദ്ധ ലോഹം ഉണ്ടാവുമല്ലോ, ഇതിന്റെ പ്യുവർ ആയിട്ടുള്ള ലോഹത്തിന്റെ ഒരു ചെറിയ കഷ്ണം അത് പിന്നെ കാഥോഡായിട്ടും എടുക്കും. എന്നിട്ട് ഇതിന് പറ്റിയ ഒരു ലായനി ഉപയോഗിക്കും. അപ്പോൾ ഈ പിന്നെ കോപ്പറിന് പറ്റിയത് കോപ്പർ SO4 അല്ലേ, കോപ്പർ സൾഫേറ്റ് അല്ലേ, കോപ്പർ ആണെന്ന് ഞാൻ എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തെന്ന് വിചാരിച്ചു.
അപ്പോൾ എന്താ സംഭവിക്കുക? സാധാരണ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ നമ്മൾ ഇവിടെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇവർ Cu2+ ആയിട്ട് ലിക്വിഡിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കാഥോഡിൽ പോയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലേ? അതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ കോപ്പർ 2+ ആയിട്ട് ഇറങ്ങും. എന്നിട്ട് Cu2+ ആയിട്ട് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്. അതാണല്ലോ നമ്മുടെ സമവാക്യം അല്ലേ? അപ്പം ആനോഡിൽ ശുദ്ധലോഹം വന്നിട്ട് ഇതിന് ശുദ്ധലോഹം വന്നിട്ട് കാഥോഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് അശുദ്ധ ലോഹമല്ലായിരുന്നു. അങ്ങനെയാണ് ഇതിനെ മാറ്റുന്നത്. ഇവിടെ കണ്ടോ, ആനോഡിൽ നടക്കുന്നത് M എന്ന് കൊടുത്തിട്ടുള്ളത് ലോഹമാണ്, N എന്ന് കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന എണ്ണാണ് N. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ കോപ്പർ 2+ ആയിട്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ Mn+ ആയിട്ട് 2 N ഇലക്ട്രോൺ. N എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്നാണ്. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. കാഥോഡിലോ ആ ലോഹം N+ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആ മെറ്റൽ മാത്രമായിട്ട് തിരിയും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് പരിപാടി കേട്ടോ. കോപ്പറും സിങ്കും ഒക്കെയാണ് ഇങ്ങനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഈ മെത്തേഡിലൂടെ നമ്മൾ ലോഹത്തിനെ ശുദ്ധീകരിക്കാൻ എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ?